ഫ്രണ്ട്സ്, വെൽക്കം ടു ഗൗരീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല അടിപൊളി നാടൻ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുഴുങ്ങിയ മുട്ട 4 എണ്ണം, സവോള ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, ആവശ്യത്തിന് കറിവേപ്പില, 2 നെല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, എരിവുള്ള മുളക് 3 എണ്ണം, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ ഇറച്ചിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുവാനായി ഞാൻ അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആ കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കരിവേപ്പിലയെല്ലാം നന്നായി മൂക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടികൾ മൂക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കണം. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഓരോ മുട്ടയും എടുത്ത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. മസാലയെല്ലാം മുട്ടയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മസാലയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ട ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് അടുപ്പ് വെച്ച് മൂടി ഇത് വേവിക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന മുട്ടക്കറിയാണിത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.